ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുൽ ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വൗസല്ലി വൗസല്ലിം അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, അൽഹംദുലില്ലാ നമ്മൾ ഇന്നൊരു പുതിയ എപ്പിസോഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ബഹുമാനനായ സാസർ തന്നെയാണ്. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സാസറിൻ്റെ ഒരു ലൈഫിൻ്റെ സർവീസിൻ്റെ ഒരു കാലഘട്ടം ഇന്നത്തോടു കൂടിയിട്ട് ഏകദേശം അവസാനിക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മാർച്ച്, ഏപ്രിൽ, അതുപോലെ മെയ് ഈ മാസങ്ങളിലാണ് ഗവൺമെൻറ് സർവീസിലൊക്കെ ഉള്ള ആളുകൾ, അതല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ നമ്മൾ കാണാറുണ്ട്. കാരണം ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് മാർച്ചിലായതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാർത്തകൾ പത്രങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പോസിറ്റീവായ ചർച്ചകൾ ഇൻഷാ അള്ളാ, അതാണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സാസറിനെ വെൽക്കം ചെയ്യണം. അസ്സലാമു അലൈക്കും. സാസറെ, നിങ്ങളുടെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ നീണ്ട ഒരു 33 വർഷക്കാലം നിങ്ങൾ ഒരു കോളേജ് അധ്യാപകനായിട്ട് സേവന രംഗത്തുണ്ടായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പം ഇന്ന് റിട്ടയർമെൻറ്റ് ആരംഭിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ അതെന്താണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ തോന്നുന്നു. ബിസ്മില്ലാ. റിട്ടയർമെൻറ്റ് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റായി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ സർക്കാർ തലങ്ങളിലും അല്ലാത്ത മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു റിട്ടയർമെൻറ്റിലേക്ക്, ജോലിയിൽ നിന്ന് താൽക്കാലിക വിരാമം അതിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നീണ്ട 33 വർഷം കോളേജ് അധ്യാപകനായി സേവനമനുഷ്ഠിച്ച് ഈ മെയ് 30 നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന മാനസികാവസ്ഥ, അതിപ്പോൾ എൻ്റെ സ്വന്തം ലൈഫിൽ വന്ന് ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരുടെ ലൈഫിൽ, ഇപ്പോൾ സൈക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതെന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്താൻ, പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് ഉണ്ടാക്കുന്ന ഇഷ്യൂസ് എന്താണ്, അതിൻ്റെ റെമഡീസ് എന്താണ്, ആളുകളോട് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ വെച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുകയാണ്. തീർച്ചയായും ഈ ഒരു എപ്പിസോഡിൽ റിട്ടയർമെൻറ്റ് ഇഷ്യൂസ് ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻസ് എന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. ഞാൻ ആ ഒരു കാര്യം തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ സാധാരണ നമ്മൾ നാട്ടിൽ പറയാറുള്ളൊരു കാര്യം, റിട്ടയർമെൻറ്റ് ലൈഫോടുകൂടി പല കാഴ്ചപ്പാടുകളാണ് ആളുകൾക്ക് റിട്ടയർമെൻറ്റ് ലൈഫിനോടുള്ളത്. ചില ആളുകൾ പറയുന്നത്, ഇനിയിപ്പോൾ എന്ത്, ഞാൻ ഇത്രയും കാലമൊക്കെ ജോലി ചെയ്തില്ല, ഇനി മതി, ഇനി വീട്ടിൽ ഭാര്യയും മക്കളും, അല്ലെങ്കിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന കുറേ ആളുകൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, അവർ ഇതുവരെ ഞാനൊരു ചട്ടക്കൂടിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ ഇനി എനിക്ക് എൻ്റേതായ ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റും. രാഷ്ട്രീയ മേഖലയിലേക്ക് വരുന്ന ആളുകളുണ്ട്, അതുപോലെ വിവിധ സാമൂഹിക മത സംഘടനകളുടെ നേതൃത്വത്തിൽ വരുന്ന ആളുകളുണ്ട്, പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി തിളങ്ങാൻ പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. ആ രൂപത്തിൽ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന പലതരത്തിലുള്ള ആൾക്കാർ. ഇനി വേറൊരു ടീമും കൂടെ ഉണ്ട് അല്ലേ, അവരെ കൊണ്ട് അവർക്കോ നെഗറ്റീവ്സ്, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആകെ ടെൻഷൻ അടിച്ച് മടുപ്പുളവാക്കി, ഇനി എനിക്ക് എവിടേക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ആകെ നെഗറ്റീവായിട്ട് അവർക്കും നാശമാണ്. അതോടൊപ്പം തന്നെ അവരുടെ പരിസരങ്ങളിലുള്ള ആളുകൾ, അഥവാ പ്രത്യേകിച്ച് വീട്ടിലെ ആളുകൾക്കൊക്കെ പ്രയാസപ്പെടുന്നു. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ രീതികൾ ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇനി റിട്ടയർമെൻ്റ് ആവുന്ന സമയത്ത് ചില കുടുംബങ്ങളെങ്കിലും പറയാറുള്ളൊരു കാര്യം, അല്ലാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വീട്ടിൽ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസമൊക്കെ ലീവ് ഉണ്ടായാൽ ആ ദിവസം തന്നെ ഇയാളെ കൊണ്ട് അല്ലെങ്കിൽ ഇവരെ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഇനി ഫുൾ ടൈം ഒരു ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇവരെയൊക്കെ സഹിക്കുക, എങ്ങനെ ഇനി അദ്ദേഹത്തായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകും എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അത് പറയുന്നതൊക്കെ ഇങ്ങനെ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ എവിടെ നിന്നും നമ്മൾ തുടങ്ങും? അതായത് എനിക്ക് തോന്നിയ ഒരു വിഷയം, ഏതൊരു കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്.
റിട്ടയർമെൻ്റ് ആണെങ്കിലും അതിന് പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്, നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ റിട്ടയർമെൻറ്റിനെ പൂർണ്ണമായും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നെഗറ്റീവ്സ് ഉണ്ടാവാം, പക്ഷേ എൻ്റെ പേഴ്സണൽ ആംഗിളിൽ, വ്യക്തിപരമായ വീക്ഷണത്തിൽ കോളേജിൽ നിന്ന് 33 വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്ത് റിട്ടയർ ചെയ്യുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നില്ല. ഒന്ന്, കാരണം ഞാനിപ്പോഴും അതിനെ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രായമായി പിന്നെ റിട്ടയർമെൻ്റ് ആയി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ ഞാൻ അംഗീകരിച്ചിട്ടില്ല. കാരണം അത് സർക്കാരിൻ്റെ ഒരു വ്യവസ്ഥ അനുസരിച്ച് 56-ാമത്തെ അല്ലെങ്കിൽ 58-ാമത്തെ അല്ലെങ്കിൽ 60-ാമത്തെ വയസ്സിൽ നമ്മൾ റിട്ടയർ ചെയ്യണം. അതൊരു നിയമമാണ്. അപ്പോൾ അതിൽ കൂടുതൽ നമ്മളവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മെ കാത്തു നിൽക്കുന്ന, ഞാനൊന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ വേറൊരാൾക്ക് അവിടെ കയറി ആ തസ്തിക ഫില്ല് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ പ്രതീക്ഷയെ ഞാൻ അവസാനിപ്പിക്കലാവും അത്. അതുകൊണ്ട് തന്നെ 32-30 ഒക്കെ വർഷം സർവീസ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോരൽ നിർബന്ധമാണ്. കാരണം ഒരുപാട് ആപ്ലിക്കൻസ്, ക്വാളിഫൈഡ് ഹാൻഡ്സ്, നല്ല പിന്നെ യോഗ്യത ഉള്ള ചെറുപ്പക്കാരിവിടെ കാത്തിരിക്കുകയാണ്. അതാണും പെണ്ണും ഒക്കെ അങ്ങനെ തന്നെ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ശതമാനം ആളുകൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് ജോബില്ല, അവർക്ക് ഒരു നല്ല ജോലിയില്ല. അപ്പോൾ സർക്കാർ സർവീസിനെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനിയും അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് പ്രയാസം ഉണ്ടാവും. അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ വഴിമാറി കൊടുത്തേ പറ്റൂ. അപ്പോൾ അത് പോസിറ്റീവാണ്. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞത്, നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു 33 വർഷമായിട്ട് ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ഒരു ചട്ടക്കൂടിൽ കൃത്യമായ സമയം പാലിച്ച് ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരാൾക്ക് ഒരുപാട് ഓപ്പണിംഗ് ഇനിയുണ്ട്. നമ്മളൊന്നും പിന്നെ അവസാനിപ്പിക്കാനായിട്ടില്ല, ഒരുപാട് ചെയ്ത് തീർക്കാൻ ഇനിയുണ്ട്. അതുകൊണ്ട് ഈ നീണ്ട 33 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന്, അനുഭവ സമ്പത്തിൽ നിന്ന് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് ഒന്നാമത്തെ എൻ്റെ റിയലൈസേഷൻ. 2, ഇനി നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു ജീവിതം കൊണ്ട് അവസാനിക്കാത്ത അത്രയും കാര്യങ്ങൾ. കാരണം നമ്മുടെ സ്നേഹക്കൂടിൽ നമ്മൾ ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. ആ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറയുന്നത് പ്രശ്നങ്ങളാണ്. ആദ്യം പ്രശ്നങ്ങൾ പറയും, പിന്നെ പരിഹാരം പറയും. അപ്പോൾ ഈ പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുന്നതോടൊപ്പം അതിൻ്റെ ഭാഗമാവുക, അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റീവായിട്ട് സൃഷ്ടിപരമായിട്ട് പ്രവർത്തിക്കുക, പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക, നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്യുക, ആളുകളെ പ്രചോദിപ്പിക്കുക, ചിലയിടത്തെങ്കിലും നമുക്ക് മോട്ടിവേഷൻ ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങളിൽ ലീഡർഷിപ്പ് നൽകാൻ പറ്റും. അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര വർഷം ഇനി ബാക്കി വെച്ചു നമുക്കറിയില്ല. സാധാരണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 63 വയസ്സാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളത്. 56, 63 എന്ന് പറഞ്ഞാൽ ഇനി വല്ലാതെ ഗ്യാപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ ശിഷ്ടജീവിതം അത് ഡേയ്സായിട്ടോ അല്ലെങ്കിൽ മണിക്കൂറുകളാക്കിയോ എണ്ണിയാൽ വളരെ പരിമിതമായ മണിക്കൂറുകൾ മാത്രമേ ഇനി ആയുസ്സിലുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഉറങ്ങി അല്ലെങ്കിൽ അലസതയിൽ മുങ്ങി നിൽക്കുന്നതിന് ബദൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്ത് തീർത്ത് പോകണം എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് സത്യത്തിൽ എൻ്റെ മനസ്സ് പറയുന്നത്. കോളേജിൽ നിന്ന് വിരമിക്കുന്നതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം ഒരു പുതിയ ലോകത്തേക്ക്, പുതിയ മേച്ചിൽപ്പുറം കണ്ടെത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ള വലിയ പ്രതീക്ഷ മനസ്സിൽ പേറിക്കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം എനിക്ക് തോന്നുന്നത് റിട്ടയർമെൻറ്റ് ലൈഫിനെ പോസിറ്റീവ് ആംഗിളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സ്നേഹക്കൂടിൻ്റെ ലക്ഷ്യമാവേണ്ടത്. 2, നിലവിൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ത്രെറ്റ്സും ഇഷ്യൂസും എന്താണ്, ആ ഇഷ്യൂസിനെ പോസിറ്റീവായിട്ട് നമുക്ക് എങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഇതായിരിക്കും പ്രേക്ഷകർക്ക് ഏറ്റവും ഉപകരിക്കുക. അല്ലാതെ നമ്മുടെ പേഴ്സണൽ ലൈഫിനേക്കാൾ ജനറലായിട്ട് പൊതുവായിട്ട് ആളുകൾ ഫേസ് ചെയ്യുന്ന, സാർ പറഞ്ഞതുപോലെ 3 കാറ്റഗറൈസ് ചെയ്തു, അതുപോലെയുള്ള ഈ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആംഗിളിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ചർച്ച ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് പറഞ്ഞു വരുമ്പോൾ സാറേ, പിന്നെ റിട്ടയർമെൻറ്റ് ലൈഫിൽ മാത്രമല്ല ഈ ഒരു അവസ്ഥ ഉള്ളതെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ
അവർ സെൻഡ് ഓഫ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ചില കുട്ടികളെങ്കിലും കരഞ്ഞുകൊണ്ട് പോകുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ പൊതുവേ അത് കാണാത്ത കാഴ്ചയാണ്. എന്നാലും ഇനി അടുത്തൊരു ഞങ്ങളുടെ അക്കാഡമിക് ഇയർ എവിടെയായിരിക്കും, ഞങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള വിദ്യാർത്ഥികളുടെ മനസ്സുണ്ട്. കോളേജ് തലത്തിൽ 3-4 വർഷങ്ങളിലൊക്കെ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികളുടെ മനസ്സിലും ഇതേ ചിന്തകളാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സർവീസിലിരിക്കുന്ന ആളുകൾ തങ്ങളുടെ ജോലി കഴിഞ്ഞ് ജോലിയുടെ ഏകദേശം സമയം പറഞ്ഞതുപോലെ ഒരു നിശ്ചിത ഏജിനകത്ത് നമ്മൾ റിട്ടയർ ചെയ്തേ മതിയാവും. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചിന്തകൾ പലതരത്തിൽ വരും. ആ ചിന്തകളെ ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി അടുത്ത നെക്സ്റ്റ് എനിക്കിവിടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വളരെ നല്ല പോസിറ്റീവ് കാര്യമാണ്. നിങ്ങളെക്കുറിച്ച് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ കൗൺസിലിംഗ് മേഖലയിൽ ഒരുപാട് തിരക്കുള്ളൊരു മാന്യ വ്യക്തിയാണ് നിങ്ങൾ. വേറെയും ഒരുപാട് പ്രോഗ്രാമുകൾ തിരക്കിനിടയിൽ എങ്ങനെയാണ് എത്തിച്ചേരാറുള്ളത് എനിക്ക് പോലും പലപ്പോഴും സംശയം ഉണ്ടാവാറുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോസിറ്റീവായി ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പോസിറ്റീവ് ചിന്തകൾ പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എത്തുന്ന ആളുകളുടെ മനസ്സിലേക്ക് എന്താണ് എങ്ങനെ നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റും? അവിടെ ആദ്യം ഒരു ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മൾക്കുള്ള ഒരു വലിയ ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ കോളേജ് അധ്യാപകനായി ഞാൻ സർവീസിൽ നിൽക്കുമ്പോൾ ഒരു അസോസിയേറ്റ് പ്രൊഫസറായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. ഈ മേയോടുകൂടി എൻ്റെ സാലറി അവിടെ കുറയാണ് അല്ലേ? ഇതൊരു ഇഷ്യൂ ആണല്ലോ. അത് പിന്നെ ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഇനി പെൻഷൻ അതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിർണിതമായ ശതമാനമാണ് നമുക്ക് കിട്ടുക. ഇത് വളരെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് സങ്കടപ്പെട്ട് ആങ്ഷ്യസായി അതിനെക്കുറിച്ച് ചർവണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് തന്നെ ഉണ്ടായ അനുഭവം, എൻ്റെ മോള് പിന്നെ ജാമിയ അൽ ഹിന്ദിലാണ് പഠിക്കുന്നത്. അപ്പോൾ ചില കുട്ടികൾ എൻ്റെ മോളോട് ചോദിച്ച ഒരു ചോദ്യം, മോളോട് ചോദിച്ചു പോലും, പിന്നെ ഇനിയിപ്പോൾ എന്താണ് എൻ്റെ ഉപ്പൻ്റെ സാലറി ഒക്കെ ഇനി കട്ട് ചെയ്യുക, പെൻഷനാവുമല്ലേ, നിങ്ങൾ പെൺകുട്ടികളാണല്ലോ, അവരെ കല്യാണം കഴിച്ചു വിടണ്ടേ, എൻ്റെ വിദ്യാഭ്യാസം ഇപ്പോൾ +1 എത്തിയുള്ളൂ. അതായത് നമുക്കില്ലാത്ത ബേജാറും വെപ്രാളും ഒക്കെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഇല്ലാത്ത ആളുകളും ഇവിടെ ജീവിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. അല്ല, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ അൽഹംദുലില്ലാ, അത് അല്ലാഹ് തൗഫീക്ക് ചെയ്യുകയാണെങ്കിൽ ആ പെൻഷൻ അവിടെ ഉണ്ട്. ഇതില്ലാത്ത എവരിഡേ ലൈഫിൽ വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനവും അതാണല്ലോ, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കുക. അപ്പോൾ അതിൻ്റെ റെമഡി അവിടെ കിട്ടി. ഇനി രണ്ടാമത്തെ സംഗതി, പണം എന്നുള്ളത് ഇപ്പോൾ 2 ലക്ഷം രൂപയാണ് എനിക്കൊരു മാസം കിട്ടുന്നതെങ്കിൽ അത് 1 ലാഖായിട്ട് പരിമിതപ്പെടുന്നു. ഇതാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ 80,000 70,000 ആയിട്ട് പരിമിതപ്പെടും. സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യണം? ഒന്ന്, എൻ്റെ ചെലവിനെയും എൻ്റെ മറ്റ് കാര്യങ്ങളെയും ഞാൻ പരിമിതപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രെയിൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിലവിലുള്ള വരുമാനത്തെ ഇൻക്രീസ് ചെയ്യാൻ. അതായത് ഇപ്പോൾ എനിക്ക് പെൻഷനായിട്ട് 80,000 രൂപയാണ് മാസം കിട്ടുന്നതെങ്കിൽ ആ 80,000 കൊണ്ട് ജീവിതം ക്രമപ്പെടുത്താൻ പ്രയാസമുണ്ട് എങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ 80,000-നെ 1.5 ലക്ഷമാക്കാനോ 2 ലക്ഷമാക്കാനോ ഞാൻ പരിശ്രമിക്കണം. അതായത് എൻ്റെ ജീവിതത്തിൻ്റെ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഈ വരുമാനത്തെ അധികരിപ്പിക്കുക, ഹലാലായ രൂപത്തിൽ. അതിനുള്ള വഴികൾ ഇന്ന് ഇസ്ലാമികമായിട്ട് ഒരുപാടുണ്ട്. അത് നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ മതി. മടിയും അലസതയും നിറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ആളുകൾക്ക് അള്ളാഹുവെ സംബന്ധിച്ച് ഹുസ്നുള്ളൻ ഉണ്ടാവുക എന്നുള്ളതാണ് റിട്ടയർമെൻറ്റ് ആ ഒരു പീരീഡിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവേണ്ട ഒന്നാമത്തെ ആറ്റിറ്റ്യൂഡ് അല്ലേ? അള്ളാഹിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് വിചാരമാണ് മനസ്സിൽ വെക്കുന്നത് അല്ലേ? ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹ്ക്ക് ഇത്രയും വയസ്സ് വരെ നമ്മളെ പോറ്റാനും ചിലവ് നടത്തി തരാനും ഈ അനുഗ്രഹങ്ങൾ മുഴുവനും തരാനും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി ഇപ്പോൾ ഒരു 10-5 വർഷമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 20 കൊല്ലം ഉണ്ട് വിചാരിച്ചോ, അല്ലെങ്കിൽ 30 ഉണ്ടെന്ന് വിചാരിച്ചോ. എന്നാൽ പോലും അത് തരാൻ അള്ളാഹ്ക്കില്ലേ ഒട്ടിയ വയറുമായിട്ട് പറവ കൂട്ടിൽ നിന്ന് പുറപ്പെടുന്നു, നിറഞ്ഞ വയറുമായിട്ട് ഉള്ളിലേക്ക് വരും. ഇതൊന്നും വെറുതെ പറഞ്ഞതല്ലല്ലോ, ഇതൊരു വലിയ ഉപമയാണെങ്കിലും അതിലൊരു വലിയ മെസ്സേജ് ഇല്ലേ? നമ്മളൊക്കെ അതിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു പേടിയും അതിൽ നമുക്കില്ല. ഈ ഒരു പേടിയില്ലാത്ത നിർഭയത്വമുള്ള മനസ്സിൻ്റെ ഉടമയാവുക. 2, ഇനി ഭൗതികമായ ജീവിതത്തിൽ കുറേ പണം ഉണ്ടാക്കുക എന്ന ചിന്തയിൽ നിന്ന് മാറി ആത്മീയ തലത്തിലുള്ള ചിന്ത ബലപ്പെടുത്തേണ്ട,
അതിന് വേണ്ടിയിട്ട് സമയത്തെ നീക്കി വെക്കേണ്ട സമയമാണിത്. കാരണം ജോലിയുടെ തിരക്കിനിടയിൽ ആത്മീയ തലം അതിനെ കരുപ്പിടിപ്പിക്കുന്നതിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റി എൻ്റെ സ്പിരിച്വൽ ആ ഒരു ആംഗിളിനെ എങ്ങനെ എംപവർ ചെയ്യാൻ പറ്റും എന്നെനിക്ക് ആലോചിക്കാൻ പറ്റുന്ന സമയമാണ്. കാരണം കുടുംബത്തോടൊപ്പം ഞാനുണ്ട്, മക്കളോടൊപ്പം ഞാനുണ്ട്, നാട്ടുകാരോടൊപ്പം ഞാനുണ്ട്, എനിക്കിഷ്ടം പോലെ സമയം കിട്ടുകയാണ്. അപ്പോൾ ആ തലത്തിൽ അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചൂടെ? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ എനിക്ക് കുറച്ച് പൈസ കുറഞ്ഞു, ആ ഒരു മണി ആസ്പെക്റ്റിൽ ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് ബദൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ അള്ളാഹ്ക്ക് ഒരു പണിയില്ല. വളരെ തുറന്ന മനസ്സോടുകൂടി പ്രതീക്ഷയോടുകൂടി അള്ളാഹുലേക്ക് കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ അള്ളാഹ്ക്ക് ഒരു പണിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു കാര്യം, ഇന്ന് ലോകരാജ്യങ്ങളുടെ തലവന്മാരൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവരിൽ ഭൂരിഭാഗം ആളുകളും 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്ന വലിയ വലിയ വൻ സംരംഭങ്ങളിൽ പലതും ആരംഭിച്ചത് അവരുടെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി ഏകദേശം 50 വയസ്സുകൾക്ക് ശേഷമാണ് ലോകത്ത് ഇന്ന് കാണുന്ന പല മൾട്ടിനാഷണൽ കമ്പനികൾക്കും രൂപം പ്രാപിച്ചത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന സഹോദരിമാരോടും സഹോദരന്മാരോടും പറയാനുള്ളത്, ജീവിതം എന്നത് ഇവിടെ ഒരു അവസാനിക്കുന്നതല്ല. സാമ്പത്തികമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻകം, അതിൽ അല്പം കുറവ് വരുന്നു. നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോയി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് നമുക്ക് നഷ്ടപ്പെട്ട ജോലി തിരക്കിനിടയിൽ നഷ്ടപ്പെട്ട ആത്മീയപരമായ കാര്യങ്ങൾ, ദീനീപരമായ കാര്യങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ മുഴുകാനുള്ള വലിയൊരു അവസരമാണ് വന്നത് എന്നൊരു പോസിറ്റീവ് ചിന്ത നമുക്ക് ഉണ്ടാവുകയും ആ രൂപത്തിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാർ, വളരെ നല്ല കാര്യമാണിത്. നമ്മൾ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ റിയാലിറ്റിയാണ്. നമ്മുടെ മുന്നിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ, നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നിട്ടും ഇങ്ങനെ പരിതപിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവരോട് കൂടിയാണ് ഒരു കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് നമുക്ക് അത് ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുകയും ചെയ്യാം, അതുപോലെ ഉയർത്താനുള്ള ഹലാലായ മാർഗ്ഗങ്ങൾ തേടാം. മതപരമായ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള വലിയ അവസരമാണ് വന്നത് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട്. ഇത് മാത്രമല്ല സർ, ഇപ്പോൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എല്ലാവർക്കും അല്ലാഹു പിന്നെ ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യും, അതിനെ ഒരു ചിന്തയില്ലാതെ പലതിലും അൺവാണ്ടഡായി കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ വേറെ കാര്യത്തിലേക്ക് ഉപയോഗപ്പെടുത്തിയോ ഒക്കെ എന്ത് ചെയ്യും, നഷ്ടപ്പെടുത്താറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണം അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അതിനെ ഒരു കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കച്ചവടത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളിലേക്കോ ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അതൊരിക്കലും ബൾക്കായിട്ട് ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ, അത് നമ്മുടെ കേരളക്കാർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപാകതയാണ്. ഇപ്പം ഞാൻ പറയാം, നമ്മൾ നോക്കൂ, ഇപ്പോൾ നമ്മുടെ ഈ അടുത്ത് കേരളത്തിൽ റോഡ് വികസനം സംഭവിച്ചു. റോഡ് വികസനം നടന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ചേളാരി, കോട്ടക്കൽ, അതുപോലെ കോഴിക്കോടിൻ്റെ ആ ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ, പീടികകളൊക്കെ പിന്നെ എക്വയർ ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ഭാഗത്ത് വലിയ കച്ചവടങ്ങളൊക്കെ ഉള്ള ആളുകൾ പെട്ടെന്ന് പൂട്ടേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്താണ്, അവർ വലിയ പ്രതീക്ഷയോടുകൂടി ഇൻവെസ്റ്റ് ചെയ്ത 50 1 കോടിയൊക്കെ ആയിട്ടുള്ള ആ എമൗണ്ട് അതോടുകൂടി അങ്ങ് നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം പിന്നെ ഈ കടവ് റിസോർട്ടിൻ്റെ അടുത്ത് അതൊരു ഹോട്ടൽ തുടങ്ങി. ആ ഹോട്ടൽ പൂട്ടപ്പെട്ടു. അതോടുകൂടി 19 ലക്ഷം രൂപയാണ് ആ പോകുന്നത്. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഒന്നായിട്ടൊരിടത്ത് ഇൻവെസ്റ്റ് ചെയ്യാതെ പലയിടത്ത്, ഇപ്പോൾ ഒരു ഇടത്ത് 5 ലക്ഷമോ 10 ലക്ഷമോ അങ്ങനെ ഒരു 5 ഇടത്താണെങ്കിൽ ഒരിടത്ത് പൂട്ടിയാലും 4 ഇടത്ത് തുറക്കുമല്ലോ. ആ ഒരു ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. മലയാളികൾക്ക് വ്യതിരിക്തമായ ചിന്ത ഉണ്ട്, പക്ഷേ നമ്മൾ ഇമിറ്റേഷനിൽ മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു ഈവനിങ് കഫേ തുടങ്ങിയാൽ അടുത്താളും ഈവനിങ് കഫേ, അടുത്താളും ഈവനിങ് കഫേ, അങ്ങനെ 3 എണ്ണം തുടങ്ങിയാൽ പിന്നെ 4ാമത്തോടു കൂടി പൂട്ടൽ വാജിബായി. ഈ അവസ്ഥ മാറിയിട്ട് വ്യതിരിക്തമായി തിങ്ക് ഡിഫറൻ്റ്ലി എന്നുള്ള പെർസ്പെക്റ്റീവിലേക്ക് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ സർ, ഇപ്പോൾ ഇന്നും ഇന്നലെയും പത്രത്തിൽ വായിച്ചൊരു വാർത്ത, ഇപ്പോൾ റിട്ടയർ ചെയ്ത ഒരു ജീവനക്കാരൻ്റെ അടുത്ത് നിന്ന് ഓൺലൈൻ എന്താ പറയുക, സൈബർ കുറ്റകൃത്യത്തിന് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏതോ ഒരു മറ്റേ ഷെയർ മാർക്കറ്റ് പോലെയുള്ളൊരു സംരംഭത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി അവസാനം അയാൾ കബളിക്കപ്പെടുകയാണ്.
എന്നിട്ട് പിടിക്കപ്പെട്ടു ആളുകൾ. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് ചെയ്ത ആളുകളുടെ അടുത്ത് കുറച്ച് ക്യാഷ് കിട്ടുമെന്നുള്ളതും ഇവർ ഓട്ടോമാറ്റിക്കലി ഈ ക്യാഷ് എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകാർ വളരെയധികം ജാഗ്രതയോടുകൂടി ഇവരുടെ അടുത്തേക്ക് എത്തുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ ഒരു പ്ലാൻ നല്ലൊരു കാര്യമാണ്. നമ്മൾ കയ്യിൽ ക്യാഷ് വരുന്ന സമയത്ത് ആ ക്യാഷ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നതിനെക്കുറിച്ച് നല്ലൊരു ഗവേഷണം നടത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ ക്യാഷ് കൊണ്ടുപോയി ഇടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത് 1, 2, 3 വ്യത്യസ്തമായ പല മേഖലകളിലേക്കാക്കി തിരിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും എന്നും കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുക. അത് മാത്രമല്ല സാർ, എനിക്ക് തോന്നിയത് എല്ലാ വിഷയങ്ങളിലും നമുക്ക് അറിവുണ്ടാവില്ല അല്ലേ. ഇപ്പം ഞാൻ ഇംഗ്ലീഷിൻ്റെ അധ്യാപകനാണ്, കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ലോകത്തുള്ള എല്ലാ മേഖലയെക്കുറിച്ചും എനിക്ക് വിവരമല്ല എന്നുള്ള വിവരമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. രണ്ടാമത്തത്, ഒരു കാര്യത്തിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുന്നതിന് മുമ്പ് ആ മേഖലയിൽ നല്ല വിവരമുള്ള ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള 4-5 വ്യക്തികളുമായിട്ട് നമ്മൾ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ പുതിയ ഉൾക്കാഴ്ച നമുക്ക് കിട്ടും. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും മറ്റും നമ്മൾ പോകുമ്പോൾ, ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഗവേഷണം നിർബന്ധമാണ് ഇല്ലേ. ഒരു റിസർച്ച് ആൻഡ് സ്റ്റഡി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നടത്തി കഴിഞ്ഞപ്പോൾ ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ തന്നെ ഒരു കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് ആ പ്രദേശത്ത് ആ കച്ചവടം വിജയിക്കുമോ പരാജയപ്പെടുമോ, അതിന് സാധ്യതയുണ്ടോ, ഇതൊക്കെ ശരിക്ക് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ അല്ലേ. ഇന്നിപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് അല്ലേ, കോഴിക്കോട് തുടങ്ങി, എറണാകുളത്ത് തുടങ്ങി, പലയിടത്തും തുടങ്ങുകയാണ്. അവരൊരു സുപ്രഭാതത്തിൽ വന്ന് തുടങ്ങുകയല്ലോ. അവർക്ക് ഒരു ഗവേഷണ വിങ് അതിനുണ്ട്. മൾട്ടി ബില്യണർ കമ്പനീസിനൊക്കെ തന്നെ എന്തുണ്ട്, ഇത്തരം ഗവേഷണ പഠനത്തിനുള്ള ആളുകളുണ്ട്. അവരെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനെ ഏൽപ്പിക്കുകയാണ് അല്ലേ. ഒരു പ്രദേശത്ത് ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് അവർ കൃത്യമായ പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ട് അത് അനലിറ്റിക്കൽ സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ ഇവർ തുടങ്ങുള്ളൂ. നമ്മുടെ ആളുകളുടെ അവസ്ഥ എന്താ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഗൾഫിൽ എല്ലാം പോയിട്ട് ഏകദേശം 10-25-30 വർഷം അധ്വാനിക്കും. അവസാനം ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുമായിട്ട് നാട്ടിൽ വന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അങ്ങ് പൊട്ടിക്കും. ഒരു മുന്നൊരുക്കമില്ല, കൂടിയാലോചനയില്ല. എന്നിട്ട് ഒരു 25 ലക്ഷമാണ് ആ സാധുവിൻ്റെ കയ്യിൽ ആകെ പൈസ ഉള്ളതെങ്കിൽ അതെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ടാവും. അത് പുല്ലിൽ തവിട് ചിന്തിയ മാതിരിയാണ്, അത് പിന്നെ എടുക്കാൻ പറ്റൂല. അതാണ് ഞാൻ ഈ സ്നേഹക്കൂടിൽ ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിവരമുള്ള ആളുകൾ പലയിടത്തുണ്ടാവും, അവരോട് നമ്മൾ ചോദിക്കണം, എടുത്തു ചാടരുത്. ഈ എടുത്തുചാട്ടാണ് പല അവിവേകങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നത് അല്ലേ. മുഷാവറയ്ക്ക് ഇസ്ലാം ഇത്രയധികം പ്രാധാന്യം എന്തുകൊണ്ടാണ് കൊടുത്തത്? മുഷാവറയിൽ നിന്ന്, ഈ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും, ഇപ്പം എൻ്റെ മക്കൾ പല വാല്യുബിൾ ആയിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ എനിക്ക് തരാറുണ്ട്. അത് കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അവരെ തള്ളരുത്. നമ്മേക്കാളും പക്വമായിട്ടുള്ള തീരുമാനങ്ങളും ഉപദേശങ്ങളും തരാൻ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ന്യൂ ജനറേഷനിൽപ്പെട്ട കുട്ടികൾ തയ്യാറാണെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവാണ് ഈ റിട്ടയർമെൻറ്റിൻ്റെ വേളയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഇവിടെയും കൊണ്ടുപോയി നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. പിന്നെ സാറ് പറഞ്ഞ കാര്യം, ഏതൊരു മേഖലയിലും നമുക്ക് അറിവുണ്ടാവണമെന്നില്ല. ഓരോ മേഖലയിലും നല്ല അറിവുള്ള ആളുകളുടെ അടുത്തുനിന്ന്, ആ സബ്ജക്റ്റ് എക്സ്പേർട്ടിൽ നിന്നും, അഥവാ ആ ഒരു വിഷയത്തിനെക്കുറിച്ചുള്ള എക്സ്പേർട്ടുകളാണെങ്കിൽ അവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തൊക്കെ ധാരാളം അനുഭവമുള്ള ആളുകളുണ്ടാവും. അവരൊരു പക്ഷേ ആ അനുഭവ സമ്പത്ത് അവർക്ക് കരസ്ഥമാക്കിയത് അവരുടെ വലിയ പരാജയങ്ങളിൽ നിന്നായിരിക്കും. അപ്പോൾ അതുപോലുള്ളൊരു പരാജയം ഇനി അവർക്ക് വരാതിരിക്കാനുള്ള മുൻകരുതലുകളൊക്കെ ഒരു പക്ഷേ അവർ സ്വീകരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിലെ പ്രാഗൽഭ്യമുള്ള ആളുകളോട് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണമെന്ന് കൂടി പറയണം. സർപ്പനി ഇപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ളൊരു ബെനിഫിറ്റ് അത് കുറയും, അത് പിന്നെ ഹലാലായ മാർഗത്തിൽ നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിലൊക്കെ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഒരു ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ ഫിനാൻഷ്യലി കുറവ് വരുന്നു, സാലറി പകുതിയോളം കുറയുന്നു, അതിൻ്റെ ഒക്കെ മാനസികമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് അവിടെ വരുന്ന വലിയൊരു വിഷയം. ഇപ്പോൾ ഈ റിട്ടയർമെൻറ്റ് എന്നുള്ളതിനെ ഒരു നെഗറ്റീവ് പേഴ്സ്പെക്റ്റീവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു രീതിശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ വെറുതെ നെഗറ്റീവ്സ് പറയാന്നുള്ള അല്ലേ. ഞാൻ വായിച്ച ഒരു പുസ്തകം ലേബർ വിത്തൗട്ട് പെയിൻ, വേദനയില്ലാത്ത പ്രസവം. സത്യത്തിൽ ഈ പ്രസവം വേദന ഉള്ളതാക്കിയത് ആരാ അല്ലേ?
ഇവിടെയുള്ള എല്ലാ ജീവികളും പ്രസവിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ പൂച്ച പ്രസവിക്കുന്നുണ്ട്, ഏത് ജീവിയാണ് പ്രസവിക്കാത്ത? എല്ലാം പ്രസവിക്കുന്നുണ്ട്. അതൊന്നും ലോകത്തുള്ള എല്ലാവരും അറിയണമൊന്നുമില്ല. അത് നോർമൽ പ്രോസസ്സിൽ നടക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ 1-ാം മാസം തന്നെ അത് അറിഞ്ഞു, അല്ലെങ്കിൽ 2-ാം മാസം അറിഞ്ഞു, പിന്നെ അതൊരു സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ വേദന ഉണ്ടാക്കുന്നത് ഈ സന്ദർശിക്കുന്നവരും കൂട്ടരും തന്നെയാണ്, കൂടുന്ന കുടുംബക്കാർ അല്ലേ? എന്നിട്ട് ആങ്സൈറ്റി വളർത്തുകയാണ് അല്ലേ? 1-ാം മാസം ആകുമ്പോൾ എൻ്റെ മറ്റേ പെൺകുട്ടി ആദ്യം ഗർഭം ധരിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നു, മറ്റോൾ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇവൾക്ക് ഇല്ലാത്ത പേടി നെഗറ്റീവ്സ് കൊടുത്തിട്ട് അതിനെ വീർപ്പിക്കുകയാണ്. അപ്പോൾ 8-ാം മാസം ആകുമ്പോഴേക്ക് ഓൾക്ക് ആങ്സൈറ്റി അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ പിന്നെ പ്രഷർ കൂടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നേരെ മറിച്ച് നമ്മളെന്താ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചാൽ ഒരാൾക്ക് എളുപ്പമുണ്ടാക്കുക എന്നുള്ള, ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നല്ല അല്ലേ? അപ്പോൾ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു പോലും എന്താ പറഞ്ഞത്? രോഗിയെ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് വേഗം അവിടുന്ന് സ്ഥലം കാലിയാക്കാനാണ് പറഞ്ഞത്, അയാളെ പ്രയാസപ്പെടുത്തരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ റിട്ടയർമെൻറ്റിലേക്ക് എത്തുന്ന ഒരാളെ ഈ വൈൻഡപ്പ് ചെയ്ത് ഇതല്ലേ, ചാവി കൊടുത്ത് ഇനിയിപ്പോൾ നിങ്ങളെ കാര്യം കട്ടപ്പോക്കെയാണ്, ബേജാറൊക്കെയല്ലല്ലോ വേണ്ടേ? യഥാർത്ഥത്തിൽ അയാൾക്ക് പോസിറ്റീവ് എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ നെഗറ്റീവ് വേർഡ്സ്, നെഗറ്റീവ് സ്ട്രോക്സ് നമ്മുടെ ആളുകളുടെ മനോവീര്യത്തെ ഇല്ലാതാക്കുന്നു. ഇത് നെഗറ്റീവ് ഓട്ടോ സജഷൻ പ്ലാൻ ചെയ്യും. അതാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? ഇപ്പോൾ അടുത്ത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരാൾ മരണപ്പെട്ടു. അതൊരു 28 വയസ്സുള്ള ഒരു വ്യക്തിത്വമാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റാക്കിൻ്റെ സിംറ്റംസ് ഈ കക്ഷി പ്രകടിപ്പിക്കാൻ തുടങ്ങുകയാണ്. അല്ലെങ്കിൽ മറ്റേ ആൾ പറയുകയാണ് ഓന് അറ്റാക്ക് ഉണ്ടായത് ഇങ്ങനെയാണ്. അപ്പോൾ ഇയാൾക്ക് തന്നെ തോന്നുന്നതാണ് എനിക്കും അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇദ്ദേഹം ഒരു ഹൈപ്പോകോൺട്രിയാക്കാവുകയാണ്. സ്വയം രോഗം ഇയാൾ ഉണ്ടാക്കുകയാണ്. ഈ അവസ്ഥ നമ്മൾ മാറ്റിയിട്ട് അവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ പോസിറ്റീവ് എനർജിയാണ് കൊടുക്കേണ്ടത് അല്ലേ? ഒരുപാട് പ്രതിസന്ധികൾ ആ വ്യക്തിക്ക് സ്വയം ഉണ്ടാവാം. അപ്പോൾ ആ പ്രതിസന്ധിയെ കൂട്ടല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ റിട്ടയർമെൻറ്റിലെത്തുന്ന അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നെഗറ്റീവ് സംസാരിച്ചതുകൊണ്ട് നഷ്ടമല്ലാതെ ലാഭമൊന്നുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടായിരിക്കാനാണ് പറഞ്ഞത് അല്ലേ? ഈ വായ എന്നുള്ള സാധനം വളരെ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. നമ്മൾ നെഗറ്റീവായൊരു വാക്ക് അല്ലേ, ഇതൊക്കെ എന്തിന് ജീവിക്കാടോ, അതൊക്കെ പോയി അതാക്കിക്കൂടെ എന്ന് വെറുതെ ഒരാളോട് തമാശ പറഞ്ഞാൽ പോലും അയാൾ ചിലപ്പോൾ അത് സീരിയസ് ആയി എടുത്തിട്ട് ഒരാത്മഹത്യയിലേക്ക് അതെത്തിക്കാം. അപ്പോൾ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലത് സംസാരിച്ചാൽ മതി, ആളുകളെ നിരാശപ്പെടുത്തണ്ട. അപ്പോൾ റിട്ടയർമെൻറ്റ് സ്റ്റേജിലെത്തുന്ന ആളോട് നല്ല സംസാരങ്ങൾ നടത്താനാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇയാൾ തന്നെ ആൾറെഡി എന്തായിരിക്കും? നെഗറ്റീവ് ഓട്ടോ സജഷൻ, നിഷേധാത്മകമായ ആത്മനിർദ്ദേശങ്ങൾ മനസ്സിന് കൊടുത്തിട്ടായിരിക്കും അയാൾ ജീവിക്കുന്നത്. ആ വ്യക്തിയെ പോസിറ്റീവായി ചിന്തിക്കാനുള്ള ഉൾപ്രേരണയാണ് നമ്മെപ്പോലുള്ള ആളുകൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് കൊടുക്കേണ്ടത്, പ്രത്യേകിച്ച് ഭാര്യ കൊടുക്കേണ്ടത് അല്ലേ? ഭർത്താവ് ഇപ്പോൾ 5-8 അംഗങ്ങളുള്ള ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തെ ഇനി എങ്ങനെ ഞാൻ മാനേജ് ചെയ്യും, അവിടുത്തെ ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യും, അയാൾ അതുമാത്രം ചിന്തിക്കുന്ന ആളാണ്. ബിക്കോസ് അയാൾ കുടുംബനാഥനാണ്. ചിലപ്പോൾ അയാൾ എക്സ്പ്രസ് ചെയ്യൂല കാര്യം. ചില കുടുംബനാഥന്മാരെ സംബന്ധിച്ചിടത്തോളം അയാൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ അയാൾ ഷെയർ ചെയ്യില്ല, ഒരാളോടും പറയില്ല, അതൊക്കെ അയാൾ മാനേജ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന ഒരാളോട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുട്ടിൻ്റെ കല്യാണകാര്യത്തെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? ഞാൻ ഇവിടെ അങ്ങനെ ഇദ്ദേഹം ടെൻഷൻ അടിക്കുന്നതിൻ്റെ 10-1 ചിലപ്പോൾ ഇവിടെ അനുഭവിക്കുന്നുണ്ടാവില്ല. പക്ഷേ അയാൾ നെവർ എക്സ്പ്രസസ് ഇറ്റ്, അയാളെ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ കുത്താൻ പോകരുത്. ഇതാണ് സ്ത്രീകളോട്, പ്രത്യേകിച്ച് കുടുംബിനികളോട് പറയാനുള്ളത്. പുരുഷന്മാർ ഹൈലി ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കും പൊതുവെ അല്ലേ? ഇപ്പോൾ ഷമീം സാറിനൊക്കെ ഇപ്പോൾ ബോധ്യമല്ലേ? നമ്മളടുത്ത് നമ്മുടെ ഭാര്യ പുട്ടിൽ തേങ്ങ ഇടുന്ന മാതിരി ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ആൾറെഡി വി നോ ഇറ്റ്. അപ്പോൾ അത് സ്ത്രീകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ ആ യശസ്സും അയാളുടെ ആത്മധൈര്യമൊക്കെ കൂടുകയാണ്. ഇതാണ് കുടുംബിനികൾ പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റിലെത്തിയ ഭർത്താക്കന്മാരോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഞാൻ പിന്നെ എന്താ പറയുക, വാക്കുകളില്ല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് പലപ്പോഴും തോന്നാറുള്ളൊരു കാര്യം,
ഏതൊരു സംഭവമാണെങ്കിലും അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയാനോ മടിയന്മാരാണ് നമുക്ക് തോന്നാറുണ്ട്. എന്തെങ്കിലും നല്ലൊരു കാര്യം ഉണ്ടായാലും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുള്ളൂ. ഭംഗിയായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് നമ്മൾ പറയാറില്ല. പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റിലേക്ക് എത്തിയ ആളുകൾ അവർ ഓൾറെഡി മാനസികമായിട്ട് ചെറിയ കാരണം ഡെയിലി റൊട്ടീനിൽ നിന്നും സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രാക്കിൽ നിന്നും ഒറ്റയടിക്കൊന്ന് മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും അതിൻ്റെ പ്രയാസങ്ങൾ മാനസികമായിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് മാനസികമായ സപ്പോർട്ട് കൊടുക്കേണ്ടതിന് പകരം അവരെ പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും അവരുടെ ലെവൽ താഴേക്ക് പോവുകയും അവർ തന്നെ പ്രയാസപ്പെടുകയും അവരെ കൂടെയുള്ളവരൊക്കെ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് നല്ല കാര്യങ്ങൾ, നല്ല വാക്കുകൾ അവരോട് പറഞ്ഞ് നല്ലൊരു മാനസിക ആരോഗ്യത്തിന് അവർക്ക് വഴിയൊരുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. സർ, ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യം, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ HM റിട്ടയറായി. അപ്പോൾ അവർ നല്ല ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നും സ്ഥാപനത്തിനെ പടുത്ത് ഉയർത്തി ഒരു യശസ്സിലേക്ക് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്നൊരു വിദ്യാഭ്യാസ കേന്ദ്രമാക്കി. അപ്പോൾ ഇവർ റിട്ടയർ ചെയ്യണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരാവശ്യമുള്ള മറ്റൊരു സ്ഥാപനം, നിങ്ങളേതായാലും റിട്ടയർ ചെയ്യണമല്ലോ ഈ വർഷം, അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരൂ, മാന്യമായ നല്ല സാലറി നിങ്ങൾക്ക് തരാം, നിങ്ങൾക്കും തന്നെ അതൊരു ഭംഗിയല്ലോ. അപ്പോൾ ഉടനെ സ്ത്രീയാണ് അവർ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പറഞ്ഞത്, ഞാൻ തൽക്കാലം ഇപ്പോൾ ഇല്ല, കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, അവരും ഇതേപോലെ റിട്ടയർ ചെയ്തിട്ട് ഏകദേശം ഒരു 4-5 വർഷമൊക്കെ ആയി. അപ്പോൾ ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായി കുടുംബജീവിതമൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് യാത്രകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ഇടപെടാൻ പറ്റുന്ന മറ്റു പല മേഖലയിലൊക്കെ ഇടപെടണം. ഇനിയും സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുക എന്നുള്ളതൊരു ശരിയായ കാര്യമല്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് ഇവിടെ എന്നുള്ളതാണ്. അഥവാ എനിക്ക് എൻ്റെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ള മറ്റാളുകൾക്ക് എൻ്റെ സേവനം അവർക്കാണ് ഇനി ആവശ്യമുള്ളതെന്ന് തീരുമാനിച്ച് ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. എന്നാൽ നേരെ തിരിച്ചും ഉണ്ടാവാറുണ്ടല്ലോ, അഥവാ വീട്ടിലെത്തിയാൽ വെറും ഒപ്പമുള്ള ആളുകളോട് നെഗറ്റീവ് മാത്രം പറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള ഈ ക്രൈസിസ് മാനേജ് ചെയ്ത് പോവാൻ എന്തെങ്കിലും സൂത്രവാക്യങ്ങളൊക്കെ ഉണ്ടോ? അവിടെ എനിക്ക് തോന്നിയൊരു സംഗതി, ഇപ്പോൾ നമ്മളെ മലയാളികൾ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബവുമായിട്ടുള്ള ഇൻറ്റിമസി കൂടുതലാണ്. അപ്പോൾ കുടുംബത്തെ നോക്കി, ഇപ്പോൾ നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഗൾഫിൽ പോകുന്ന ഒരാൾ ഒരു 18-ാം വയസ്സിൽ പോയി, അങ്ങനത്തെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. 18 വയസ്സ് പോയിട്ട് ഒരു 30-40 വർഷമൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ വരിക, ഏകദേശം എല്ലാ രോഗങ്ങളും പേറിയിട്ടാണ് വരുന്നത്. ഇയാൾ നാട്ടിൽ വരുമ്പോഴേക്ക് ഈ കുട്ടികളൊക്കെ ഏകദേശം ഒരു 10-25 വയസ്സൊക്കെ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഇദ്ദേഹം ഒരു രോഗിയാവുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇയാൾ ജീവിക്കുന്നില്ലല്ലോ, അയാൾക്ക് ജീവിതമല്ലല്ലോ. കാരണം ഈ 40-35 വർഷം ഗൾഫിലുള്ള ആ ഒരു ജോലി അയാൾ നിർവഹിക്കുമ്പോൾ അയാൾ ജീവിക്കാൻ മറന്നുപോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കളൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു വ്യക്തിയുടെ ജീവിതം പൂർണ്ണമായി കുടുംബത്തിന് വേണ്ടി ഹോമിക്കപ്പെട്ടു. എന്നാൽ യൂറോപ്യൻസിൻ്റെ ഒക്കെ കൾച്ചർ നമ്മൾ നോക്കൂ, കുറേ കാര്യങ്ങൾ അവരിൽ നിന്ന് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവർ നന്നായി യാത്ര ചെയ്യുന്ന ആളുകളാണ്, അവരവരുടെ ജീവിതത്തെ ആസ്വദിക്കുന്നവരാണ്, അല്ലേ? കുടുംബം എന്നുള്ള ആ ഒരു, തീർച്ചയായിട്ടും കുടുംബത്തെ നമ്മൾ മാനേജ് ചെയ്യണം, കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയൊക്കെ വേണം. ഒപ്പം അവർ ഒരു ഏജ് വരെ അവരെ നോക്കിയതിന് ശേഷം നിങ്ങളിനി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള ഒരു തലത്തിലേക്ക് അവരുടെ ചിന്തയെ ഇഗ്നൈറ്റ് ചെയ്യാൻ രക്ഷിതാക്കളായ നമുക്ക് സാധിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം. അതായത് ആൺകുട്ടികളാണെങ്കിൽ എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 16-18 വയസ്സായപ്പോൾ, അതായത് നിൻ്റെ കാര്യം ഇനി നീ ഒറ്റയ്ക്ക് നോക്കണം, ഇനി ഞാൻ നോക്കൂല, നിൻ്റെ കാര്യം നിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ ഒരു 18 വയസ്സ് വരെ ഒരു കുട്ടിയെ അത്യാവശ്യം നല്ല രൂപത്തിൽ വളർത്തിയതിന് ശേഷം നീ ഇനിയുള്ള എൻ്റെ കരിയറാവട്ടെ, പഠനമാവട്ടെ, മറ്റു കാര്യങ്ങളാവട്ടെ നോക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ ബോധം ഉണ്ടാവും. ഇതെന്താ നമ്മൾ ചെയ്യുന്നത്? 25 വയസ്സ് പെണ്ണ് കെട്ടിയാൽ പോലും ആ ചിലവ് വാപ്പ നിർവഹിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ എത്ര വീടുകളുണ്ട് കേട്ടോ, എന്തായിട്ട് ആ വീട്ടിൽ നിൽക്കുക, അല്ലേ? അവൻ്റെ ഭാര്യനെ നോക്കേണ്ടതും ഭാര്യയുടെ പ്രസവത്തിനുള്ള ചിലവ് കൊടുക്കേണ്ടതും വാപ്പ. ഈ ദുരവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? അപ്പോൾ ഇതിന് ബദൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ കല്യാണം കഴിച്ച് 40-45 വയസ്സായ ആൾ ഒന്ന് ടൂർ പോട്ടെ, അയാൾ കുറച്ച് യാത്ര ചെയ്യട്ടെ, ഉംറ പോട്ടെ. അപ്പോഴും ഈ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം പേറി ഇയാൾ നിൽക്കുകയാണ്, അല്ലേ? അദ്ദേഹത്തിനും ആഗ്രഹം ഉണ്ടാവില്ല ഒന്ന് യാത്ര പോവാൻ, അയാളത്ത് പൈസ അല്ലേ, പൈസ ഉണ്ടായിട്ടും പോകുന്നില്ല. കാരണം എന്താണ്? ഇവരെ ആലോചിച്ചിട്ട്
അല്ലേ? ഈ ഒരു സിസ്റ്റത്തിൽ നിന്നൊരു തിരുത്തുണ്ടാവണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. കാരണം എല്ലാം ഒരു കെട്ടിക്കുടുക്കായി മാറാതെ, ഇതിനർത്ഥം അവരൊന്നും നോക്കണ്ടല്ല, അവരൊക്കെ നോക്കണം. അവരെ സ്വന്തം കാലിൽ നിർത്താൻ പറ്റുന്ന രൂപത്തിൽ അവരെ വളർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൻ്റെ താല്പര്യം ഇതാണ്. ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തിൽ നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ ശീലിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന് പീടിക പോകാൻ, സാധനം വാങ്ങാൻ, പിന്നെ അല്ലേ ഭാര്യൻ്റെ കയ്യിൽ കുറച്ച്, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു മാസത്തെ ചിലവ്, ഒരു നമ്മൾ സാധാരണ എടുക്കുന്ന ചിലവ് ഇപ്പോൾ 20,000 ആണെങ്കിൽ ഭാര്യൻ്റെ കയ്യിൽ കൊടുക്കുക. ഈ മാസത്തെ ചിലവ് ഇജ്ജ് നടത്തിക്കോ, പൈസ താ, ഓളൊന്ന് നടത്തി നോക്കട്ടെ. നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ വലിയ നിലയും അവർക്കറിയില്ല. അപ്പോഴാണ് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ബോധ്യമാവും. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം മക്കൾക്കും, ഒരു മാസം മക്കളെ ഏൽപ്പിക്കുക, ഈ മാസത്തെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളി. ഈ രൂപത്തിൽ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് മക്കളെയും ഭാര്യയെയും കുടുംബത്തിലുള്ള അംഗങ്ങളെയും ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ ചേഞ്ച് ആറ്റിറ്റ്യൂഡിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ തന്നെ പേറുക അല്ലേ? എന്നിട്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആകെ വെള്ളം കുടിക്കുന്ന അവസ്ഥ. ഈ വെള്ളം കുടിക്കുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഘട്ടം ഘട്ടമായിട്ട് അല്ലേ നമ്മൾ അത് ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മളെ സമയം ഏകദേശം അതിക്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഈ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന കാര്യമല്ല. നമുക്കറിയാം. അപ്പോൾ സാറിന് ഈ ഒരു 2025 ഞാൻ സർവീസിൽ നിന്നും വിരമിക്കുമെന്നുള്ളൊരു മുന്നറിവ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം, ആ ഒരു പ്ലാൻ അല്ലേ, റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു പ്ലാനിങ്ങും അപ്പോൾ നിങ്ങളൊക്കെ അത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ മാനസികമായിട്ട് തകരരുത്, എനിക്ക് ഇടപെടാൻ പറ്റുന്ന മേഖലയിലേക്കൊക്കെ ഞാൻ എത്തിച്ചേരണമെന്നൊരു താല്പര്യം, അതിനൊരു വ്യവസ്ഥയും അതിനൊരു സ്ഥാപനവും അതിന് വേണ്ട ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി, ഒരു നിർദ്ദേശം കൂടി നൽകിയാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഉപകരിക്കും തോന്നുന്നു. തീർച്ചയായും നിങ്ങൾ പറഞ്ഞ അഭിപ്രായം വളരെ നല്ലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെൻറ്റിന് മുമ്പ് തന്നെ ഒരു സ്ഥാപനം, ഇപ്പോൾ ചൈതന്യം എന്നുള്ള പേരിൽ ഞാൻ ആസൂത്രണം ചെയ്തു. ആസൂത്രണം ചെയ്യാനുള്ള താല്പര്യം ഇതാണ്. നമ്മൾക്ക് കുറേ ഐഡിയാസ് ഉണ്ട്, ഒരുപാട് സർവീസ് ജനങ്ങൾക്ക് ചെയ്യണമെന്ന് നമ്മളെ മനസ്സ് കൊതിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഐഡിയാസൊക്കെ മനസ്സിൽ പേറി നടന്നാൽ പോരല്ലോ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമല്ലോ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ആ സ്ഥാപനത്തെ ഞാൻ കാണുന്നത്. സ്വാഭാവികമായിട്ടും അതിനോട് സഹകരിക്കാൻ പറ്റുന്ന ഒരുപാട് വ്യക്തികളുണ്ടാകും, സംഘടനാ സംവിധാനങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഘടനാ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക്, ഒപ്പം തന്നെ നമുക്ക് സ്വതന്ത്രമായിട്ടും കാര്യങ്ങൾ ചെയ്യാം. കാരണം അത്രത്തോളം ഇവിടെ ജനങ്ങൾക്ക് നമ്മെ ആവശ്യമുണ്ട്. എന്നെ ബോധ്യപ്പെടുത്തിയ കാര്യം അതാണ്. അല്ലെ, ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാ സംഘടനകളും ഒന്നിച്ച് ചെയ്താൽ പോലും തീരാത്തത്ര ആവശ്യങ്ങൾ കൂടി വരികയാണ് അല്ലേ. പ്രശ്നങ്ങൾ നമ്മൾ നോക്കൂ, സൂയിസൈഡ് റേറ്റ് കൂടുകയാണ്, കൊലപാതകങ്ങൾ കൂടുകയാണ്, ലഹരിക്കടിമപ്പെടൽ കൂടുകയാണ്, എല്ലാം കൂടുതല്ലാതെ കുറയില്ലല്ലോ. അപ്പോൾ ഈ കൂടുന്ന ഘട്ടത്തിൽ ഇതിനുള്ള പരിഹാര കേന്ദ്രങ്ങളുടെ എണ്ണം കുറയല്ലല്ലോ വേണ്ട, കൂടണ്ടേ അല്ലേ. ഇപ്പോൾ ഡയാലിസിസിൻ്റെ കാര്യം ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഡയാലിസിസ് സെൻ്ററുകൾ കൂടുന്നു, അതുപോലെ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ കൂടുന്നില്ല, അത് കൂടണം. ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ്, ഇപ്പോൾ ഒരു പെരിന്തൽമണ്ണ ന്യൂ ഹോപ്പ് മാത്രം പോരാ, അതുപോലെ കുറേ സെൻറ്റേഴ്സ് കൂടിയേ പറ്റൂ. കാരണം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ല എങ്കിൽ വേറെ പലയിടത്തുമാണ് നമ്മുടെ ആളുകൾ എത്തിപ്പെടുക. അതുകൊണ്ട് അതായിരിക്കും ഒരു ചെറിയ പരിഹാരം എന്നെനിക്ക് തോന്നുന്നു. അൽഹംദുലില്ലാ, ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നല്ല ഒരുപാട് കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. കൂട്ടത്തിൽ പറയാനുള്ളൊരു കാര്യം, റിട്ടയർ ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്, ഈ മാസങ്ങളിലാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്കൊക്കെ ഇടപെടാൻ പറ്റിയ, നമുക്കൊക്കെ നമ്മളെ തേടുന്ന, നമ്മളെ ആവശ്യമുള്ള ഒരുപാട് മേഖലകൾ നമ്മുടെ നാടുകളിലുണ്ട് എന്നുള്ളതാണ്. ദാവാ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സജീവ സാന്നിധ്യം വേണം. രാഷ്ട്രീയ മേഖലയിൽ നമുക്ക് ഇടപെടാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇടപെടണം. അതുപോലെ തന്നെ വ്യത്യസ്ത കഴിവുകളുള്ള ആളുകളാണ് നിങ്ങൾ. അധ്യാപകർ മാത്രമല്ല, ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസ് തലങ്ങളിലൊക്കെ വർക്ക് ചെയ്ത ആളുകളെ കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ സേവനം അർപ്പിക്കാൻ പറ്റുന്ന മേഖല, നമ്മെപ്പോലെയുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മേഖലകൾ കണ്ടെത്തി ആ മേഖലയിൽ കൂടി നമ്മുടെ സജീവ സാന്നിധ്യം ഉണ്ടാവണമെന്നും, അതോടൊപ്പം വലിയ ഓട്ടവും പാച്ചിലും തിരക്കിലുമൊക്കെ മാറി നിന്ന് കുറച്ചൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാനും ദീനീ ദാവാ രംഗങ്ങളിൽ സജീവമാകാൻ കൂടി ശ്രദ്ധിക്കണമെന്നൊരു മാന്യ ഉപദേശം നൽകിക്കൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അൽഹംദുലില്ലാ,
അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഖൈറും ബർക്കത്ത് നൽകുമാറാവട്ടെ. നല്ല ഒരുപാട് മേഖലയിലൂടെ കർമ്മപരമായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയൊക്കെ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാവങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് ആശിക്കുകയാണ്. അൽഹംദുലില്ലാഹ് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.